ആ നന്ദിനി. അല്ല നന്ദിനി, പിള്ളേര് രണ്ടുപേരും ട്യൂഷൻ വിട്ട് വന്നോ? ആ അത് ശരി. എന്നാലേ നീയും പിള്ളേരൊക്കെ മാറ്റി നിന്നോണ്ടി. വന്നിട്ട് നമുക്കൊന്ന് അക്കരത്തെ വീട്ടിലേക്ക് പോയരാം. അത് പിന്നെ പിള്ളേര് ഈയൊക്കെ കുറെ ആയല്ലോ അങ്ങോട്ടേക്ക് പോണെന്ന് പറഞ്ഞിരിക്കുന്നേ. എനിക്കാണെങ്കിൽ പണി ഉള്ളതുകൊണ്ടല്ലേ. ഇനി പഠിപ്പിച്ച് ഒരു 3 ദിവസത്തേക്ക് ലീവാ പോലും. അതാ അവിടെ ഒന്ന് പോവാലോന്ന് കരുതിട്ടാ. എന്തായാലും ഞാൻ വരുമ്പത്തേക്കും നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കട്ടോ. ഒരു 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സും കരുതിക്കോണ്ടി. ആ എന്നാ ശരി നന്ദിനി, ഞാൻ വരുമ്പോ വിളിക്കട്ടോ. നിങ്ങൾ വേറെ റെഡി ആയിക്കോണ്ടി. ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ എത്തും. ശരി നന്ദിനി. നിന്നോടൊക്കെ ചോദിച്ചാ എന്നോട് വേണം പറയാനേ. അല്ലേലും അസൂയക്കും കഷണ്ടിക്കും വരുന്നില്ലെന്നാണല്ലോ അതിലൊന്നാണല്ലോ നീ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓ തന്നെ അസൂയപ്പെടാൻ ഇയാള് വലിയ നയൻതാരയാണല്ലോ. അരിച്ചാക്ക് പോലെ നിന്നിട്ട് സ്ലിം ആയത്ര സ്ലിം. എന്നാലും ചേച്ചിന്റെ ആഗ്രഹം ചില്ലറല്ല ഒന്നല്ലോ. മതി, നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. നീ എന്നോടൊന്നും പറയും വേണ്ട, കേട്ടല്ലോ. അച്ചോടാ ചേച്ചിക്ക് സങ്കടമായോ? ആ പിന്നെ ഈ പറയുമ്പോഴത്തേക്കും എനിക്കൊന്ന് സങ്കടമാവാണല്ലോ. മക്കളെ അമ്മ എന്താ മക്കളെ എന്നൊന്ന് നല്ലോണം നോക്കിയേ. നോക്കി എന്റെ മക്കളെ. അത് പിന്നെ ഞാന് അരിച്ചാക്ക് പോലെ ഇരിക്കുന്ന ചേച്ചിയെ സ്ലിം ആയോന്ന് ചേച്ചിക്ക് ഒരു സംശയം. അത് തീർക്കാനാ അല്ല ചേച്ചി? തമ്പരോ? ഓ തുടങ്ങി തുടങ്ങി തുടങ്ങി. കാലത്ത് മുതലേ ഒരു ഒച്ച എടുക്കുന്നില്ലെന്ന് ചേച്ചി ഇപ്പൊ ആശ്വസിച്ചതേ ഉള്ളൂ. അപ്പത്തേക്ക് തുടങ്ങിയേക്കണേ. രണ്ടെണ്ണം വാ പൊട്ടിക്കേ. അമ്മ നോക്കമ്മ അവള് പറയുന്നേ. ഞാനെന്താ അത്രയ്ക്ക് തടിച്ചിട്ടാണ് ഇരിക്കുന്നേ? ഇവിടെ എപ്പോ നോക്കിയാലും അങ്ങനെ തന്നെ പറയുന്നേ. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ഡയറ്റിംഗ് തുടങ്ങാൻ പോവാ. എന്ത് ഡയറ്റിംഗാ ചേച്ചി? ഓ ഈ 3 നേരത്തെ ഭക്ഷണം പോരാഞ്ഞിട്ട് 6 നേരത്തേക്ക് ആക്കാൻ പോയിരിക്കല്ലേ? അമ്പരോ വേണ്ട, നിർത്തിക്കോ. എന്ത് ഞാനിങ്ങനെ വായിട്ട് അലിക്കുന്നേ? അമ്മയ്ക്ക് എന്താ അമ്മ? അവള് പറയണമെന്ന് കേൾക്കാൻ പാടില്ലേ? അവൾ എന്നെ പറ്റി അങ്ങനെയൊക്കെ പറയണമെന്ന് കേട്ടോ? ഞാൻ അരിച്ചാക്ക് പോലെ തടിച്ചിരിക്കുക അത്രേ. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ഒരു നേരം കഴിക്കുന്നുള്ളൂ. ഒരു നേരത്തേക്ക് മാത്രം എന്തിനാ മക്കളെ ആക്കുന്നേ? അത് വേണ്ടേ? അതാവുമ്പം ഒറ്റയടിക്ക് മെലിഞ്ഞങ്ങോട്ടെ പല അസുഖത്തിലേക്ക് എത്തിക്കോളും. പിന്നെ നീ അലമാറിൽ അട്ടിക്ക് കാശ് വെച്ചോണ്ടേ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും. എന്തേ അമ്മ അവളെ ഡയറ്റ് ചെയ്യാൻ പോകുന്നത്ര ഡയറ്റ് കാലടിച്ചടുപ്പിലൊക്കെ ഞാൻ പറഞ്ഞേക്കാം. ഓ നിങ്ങളെ കലബലിക്കിടയിലേ വന്ന കാര്യം പറയാൻ മറന്നേ. രണ്ടുപേരും മാറ്റി വെടിയിട്ട് നിൽക്കേ. എങ്ങോട്ടാണ് പോണേ? അത് പിന്നെ നിങ്ങൾ അച്ഛൻ വിളിച്ചായിരുന്നേ 3 ദിവസത്തേക്ക്. അച്ഛന് വർക്ക്ഷോപ്പ് ലീവാണ്. അതാ എല്ലാരും പാടി അച്ഛമ്മന്റെ അവിടേക്ക് പോവാന്ന് പറഞ്ഞായിരുന്നേ. അച്ഛമ്മന്റെ അവിടേക്കോ? അല്ല നിക്കാൻ വേണ്ടി പോവാണോ? അതെ മക്കളെ, 3 ദിവസത്തേക്ക് അവിടെ നിന്നിട്ട് വരാന്നാ പറഞ്ഞേ. എന്തായാലും നിങ്ങൾ അച്ഛൻ വരുമ്പോഴത്തേക്കും മാറ്റി വെടിയിട്ട് നിന്നോളി. ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തോട്ടെ. നന്ദിനി, അല്ല ഈ എന്താ പുറത്തുനിന്ന് വരുന്നേ? അത് പിന്നെ ഏട്ടാ നമ്മൾ പോവില്ലയോ? അതാ സുമതി ചേച്ചിയോട് പറഞ്ഞിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പറഞ്ഞേൽപ്പിക്കാൻ പോയതാ. അത് ശരി. അല്ല പിള്ളേർ ഇറങ്ങിക്കഴിഞ്ഞാ ഒന്ന് വേഗം ഒറ്റങ്ങളോട് വരാൻ പറയും. നല്ല മഴക്കാറുണ്ട്. മഴ ചാർന്ന മുന്നേ എന്നങ്ങോട്ട് എത്താലോ? അല്ല ഇതേറ്റും ഐറ്റങ്ങൾ എത്തിയില്ലേ? എപ്പോ തുടങ്ങിയതാറിയോ ഒരുക്കോ? എത്ര നേരായി ആ കണ്ണാടിക്ക് മുന്നിൽ കിടന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്? തമ്പുരുവേ ബീനേ എന്തെടുക്കുവാ? വേഗം വരാൻ നോക്കേ. വരുന്നമ്മേ. എന്നാൽ എന്റെ ഈശ്വരാ വല്ലാത്തൊരു ഒരുക്കം തന്നെ. എപ്പോ തുടങ്ങിയതാ? ഇപ്പൊ 1.5 മണിക്കൂറാവാൻ തുടങ്ങി. ഇനി മാത്രം ഒരുങ്ങാന് എന്നാണ് ഉള്ളത്? അമ്മേ എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാം കൊള്ളാം. അല്ല അവളെന്തേ? എനിക്ക് അറിഞ്ഞൂടാ. അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ? കൊള്ളാവോ? ഓ കൊള്ളാം
മക്കളെ, നന്നായിട്ടുണ്ട്. അല്ല ചേച്ചി എന്തേ? ദേ നേരാവുന്ന മക്കളെ, നോക്കിയേ നല്ല മഴക്കാറുണ്ട്. മഴ ചാർന്ന മുന്നേ അങ്ങോട്ട് എത്താന്ന് വിചാരിച്ചിട്ടാ. ചെല്ലേ വേഗം പോയി ചേച്ചിനെ വിളിച്ചോണ്ട് വാ. വീട് നന്ദിനി, അവളിപ്പോ വന്നോളൂ. വെറുതെ പോവാൻ നേരത്തെ മോന്ത കപ്പിച്ചേർക്കല്ലേ. ഓ മതി മതി, വേഗം കേറാൻ നോക്കിയേ. എന്തോന്ന് മക്കളെ, എന്തിനാ നിങ്ങൾ അമ്മനെ വെറുതെ ദേഷ്യം പഠിപ്പിക്കുന്നേ? ഒന്ന് വണ്ടി കയറാൻ നോക്കേ. നേരെ എത്ര ആയിന്നാ? ചേച്ചി പറഞ്ഞ കേട്ടില്ല മക്കളെ. ചേച്ചി ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനെ കാണത്തില്ലെന്നേ. ദേ ബ്രേക്കിലൊന്നും എത്തൂല്ല. ചേച്ചി എങ്ങനെ ഇവിടെ ഇരിക്കാനാ? നീ ആകുമ്പോ നിന്റെ ഹൈറ്റിന് കയറ്റില്ലേ? ഒന്നിരിക്കും മക്കളെ. മക്കളെ ഇങ്ങനെ കരയല്ലേ മക്കളെ. മക്കളെ വേഗം വന്ന് വണ്ടി കയറിക്കൂടെ? അവൻ മതി വണ്ടി എടുക്കാൻ പോയേക്കണേ. മക്കളെ അമ്മ വരുന്ന കണ്ടോ? വേഗം ദൂരക്കൂടെ കേട്ടെ. അച്ഛൻ പറയണ കേക്ക് മക്കളെ. ഇങ്ങോട്ട് വാ. വരുമ്പോ ആണെങ്കിലേ ചേച്ചി ഫ്രണ്ടിൽ ഇരുന്നോളൂ, നീ ബാക്കിൽ ഇരുന്ന കേട്ടാ. ഇപ്പൊ വേഗം വരാൻ നോക്ക്. അവന്റെ അടുത്ത് വെറുതെ അടി കൂട്ടി മേടിക്കണ്ട മക്കളെ. മക്കളെ അച്ഛൻ പറയണമെന്ന് കേക്ക് മക്കളെ. ഇങ്ങോട്ട് വാ. ദേ അമ്മ വരുന്ന നോക്കേ.
അതൊക്കെ വരുമ്പോ ചേച്ചി ഇരുന്നോളൂ. നീ ഇപ്പൊ വരാൻ നോക്ക്. ആ നന്ദിനി മതി ഇങ്ങ് പോരെ. ദേ അവള് വണ്ടി കയറിയിട്ടുണ്ട്. വേഗം വരാൻ നോക്ക്. ഈനുള്ളതേ അവിടെ എത്തിയിട്ട് തരാം കേട്ടാ. ആ മതി നന്ദിനി വരാൻ നോക്ക്. പിള്ളേരല്ലേ പിള്ളേരല്ലേ പോട്ടെ പോട്ടെ ഇരിക്കുമ്പോ അങ്ങ് തലേ കയറി ഞെരുങ്ങുവാ. അവിടെ എത്തട്ടെ ശരിയാക്കി തരുന്നുണ്ട് രണ്ടെണ്ണത്തിനും. അമ്മ എന്തിനാ അമ്മ രണ്ടെണ്ണത്തിന് എന്നെയും കൂടെ ഉൾപ്പെടുത്തുന്നേ? ഞാൻ എന്താ ചെയ്തേ? ഞാൻ വണ്ടിയിൽ എപ്പോഴോ കയറിയല്ലോ. ആ മതി നന്ദിനി വരാൻ നോക്ക്. അച്ഛാ ഈ വെക്കേഷന് നമുക്ക് അച്ഛമ്മന്റെ അവിടെ പോണം കേട്ടോ. അതെന്നാ അച്ഛാ ഈ വട്ടത്തെ വെക്കേഷൻ എന്തായാലും അച്ഛമ്മന്റെ അവിടെ നിൽക്കാം നമുക്ക്. എന്തിനാ എന്റെ സമാധാനം കളയാൻ പോരാഞ്ഞിട്ട് നിങ്ങൾ അച്ഛമ്മന്റെ സമാധാനം കൂടി കളയാനാണോ? അങ്ങനൊന്നും ഇല്ല അമ്മേ. അച്ഛമ്മന്റെ വീട്ടിൽ പോയാലേ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് നിൽക്കത്തുള്ളൂ അല്ലേടി? അല്ല പിന്നെ കഴിഞ്ഞ വെക്കേഷൻ അമ്മമ്മന്റെ അവിടെ ഇരുന്ന് ഈ വട്ടം എന്തായാലും അച്ഛമ്മന്റെ അവിടെ മതി. ഓ ആയിക്കോട്ടെ മക്കളെ, വെക്കേഷന് എന്തേലും പോവാൻ കേട്ടാ. അല്ല കൃഷ്ണേട്ടാ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് പണി ഉണ്ടാവില്ലേ? പണിയില്ലാണ്ട് പണിയൊക്കെ ഉണ്ട്. എന്തായാലും പിള്ളേരൊരു ആഗ്രഹം പറഞ്ഞതല്ലയോ. എനിക്ക് അവിടുന്ന് നമ്മളെ വീടിനെക്കാട്ടും കുറച്ച് ദൂരം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ദേ അങ്ങോട്ടല്ലേ വണ്ടി എടുക്കുന്നേ. ആ നിക്ക് നന്ദിനി, വല്ലപ്പോഴും അല്ലേ.